ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസാഹ. നഫ്സായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിഗണിക്കുന്നത്. നേരത്തെ സംസാരത്തിൽ മുബിത്ത പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ കണക്റ്റായിട്ട് തോന്നി. റൂഹായിട്ടാണ് പരിഗണിക്കുന്നത്. അതിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നല്ല. പുരുഷന്മാരാണെങ്കിലും ഓരോരുത്തരും ഡിഫറെൻ്റ് അല്ലേ. വികലാംഗരുണ്ടാവും, ഇമോഷണലി ബാലൻസ് കുറഞ്ഞവരും കൂടിയവരും, ഫിസിക്കലി കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് പഠിച്ചവൻ പരിഗണിക്കുന്നത്. ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആണ് അല്ലേ, നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ നമ്മളെ ആൻസർ ഷീറ്റ് സെയിം ആക്കാനുള്ള അത് നമ്മളെ സംസാരത്തിൽ പോലും ശരിക്കും നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഒരാൾ പറയുന്നത് ഓളെന്തോ അങ്ങനെ ആയല്ലോ, ഓൾ ഉമ്മയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിനക്കെന്തോട് ചെയ്തുകൂടാന്നുള്ളത് വരാൻ പാടില്ല എന്നുള്ള. അപ്പോൾ പഠിച്ചവൻ പറഞ്ഞു വെക്കുന്നത് ഇത്തഖുല്ലാഹ മസ്തത്താഴത്തും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ പഠിച്ചവനെ ഭയക്കുക. അതിൻ്റെ തഫ്സീർ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഇത്തഖുല്ലാഹ ഹക്ക തുഖാത്തി, അങ്ങനെ ഉണ്ടല്ലോ, പഠിച്ചവനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുക. അത് വന്നപ്പോൾ സ്വഹാബിമാർക്കൊക്കെ ഇടങ്ങേറായി. പഠിച്ചവനെ അത് അത്രയും എക്സ്ട്രീം ആണല്ലോ, നമുക്ക് കഴിയുമെന്നുള്ളത്. അതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ് അല്ലേ. അങ്ങനെയാണ് തഫ്സീർ. എനിക്ക് പുതിയൊരു അറിവായിരുന്നു അത്. അപ്പോൾ ഉമ്മമാർക്ക് ഭയങ്കര ആശ്വാസം തരുന്ന ആയത്താണ് എനിക്ക് തോന്നിയിട്ടുണ്ട്.